മമ്മൂക്കാന്റെ റീ റിലീസ് പടങ്ങൾക്ക് ട്രോളിന്റെ ഏറും കളിയാണ്. ആൾക്കാർ ട്രോളി 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 കൊല്ലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് അമരൊക്കെ റിലീസ് ആയതിനു ശേഷം. അപ്പോൾ എന്തായിരിക്കും ശരിക്കും മമ്മൂക്കാന്റെ പടങ്ങൾക്ക് പറ്റുന്നത്? നമുക്കറിയാം ലാലേട്ടന്റെ പടങ്ങള് തിയേറ്ററിൽ ആളുകൾ ആഘോഷിച്ച് തിമിർത്തതിന് ശേഷമാണ് അമരം എന്ന് പറഞ്ഞ സിനിമ റീ റിലീസിന് വരുന്നത്. പക്ഷേ അന്ന് മുതലെന്നെ ആളുകള് പറയുന്നുണ്ട്, എന്തിനാണ് ഈ പടം കൊണ്ടുവരുന്നത്? ഇതിന് പകരം വല്ല രാജമാണിക്യോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും പടം കൊണ്ടുവന്നാ പോരെ? അപ്പൊ ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നതിന്റെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് തിയേറ്ററിൽ ഇത് ആഘോഷിക്കുക എന്നുള്ളതാണ് അല്ലേ? പക്ഷെ അന്നേരം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. എനിക്ക് നല്ല രസമായിട്ട് തോന്നിയ ഒരു പടം. നല്ല രസമുണ്ടായിരുന്നു അത് കാണാന്. അത് സിനിമയെ സ്നേഹിക്കുന്ന പല ജോണറിലുള്ള സിനിമകൾ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെ. അവരായിരിക്കും തിയേറ്ററിലേക്ക് പോകുന്നത്. പക്ഷെ അൺഫോർച്യുനേറ്റ്‌ലി ഞാൻ പോയ ഈ തിയേറ്ററിനകത്തും ഏകദേശം 10, 11 ആൾക്കാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു അധിക തിയേറ്ററിലെയും അവസ്ഥ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ ഇതിന് മുന്നേ ആദ്യം വന്നിട്ടുള്ള പാലേരി മാണിക്യാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ വടക്കൻ വീരഗാഥയാണെന്നുണ്ടെങ്കിലും, വടക്കൻ വീരഗാഥയ്ക്ക് പക്ഷെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വല്യേട്ടനുമാണ് പിന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നത്. പക്ഷെ ആവനാഴിയാണെന്നുണ്ടെങ്കിലും ഈ പടങ്ങൾക്കൊന്നും ആളില്ല. ഈ ആവനാഴിയുടെ പോസ്റ്ററൊക്കെ ഞാൻ ഒരീസം നമ്മുടെ ഇവിടെ മാതാമാധുര്യ തിയേറ്ററിൽ അല്ല സീനത്ത് ആലുവ സീനത്ത് തിയേറ്ററിൽ പടം കാണാൻ പോയ സമയത്ത് റീ റിലീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ ഈ ഒരു പോസ്റ്റർ വെച്ചതൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇത് റിലീസ് ആയത് ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നപ്പോ ഇത് റിലീസ് ആയെന്നുള്ളത്. അല്ലെങ്കിൽ ഒന്ന് പോയി കാണാമായിരുന്നു. പക്ഷെ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള കാര്യം. പിന്നെ എന്താ പറഞ്ഞാൽ റീ റിലീസിന് ആളുകൾ പോയി കണ്ടിട്ടുള്ള പടങ്ങൾ. അപ്പൊ ലാലേട്ടന്റെ പടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പടികം അതൊരു വല്ലാത്ത ഫാൻ ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരു മസ്കുലർ മെന്നിനെ ഒരു ആഘോഷ പടമാണത്. മുണ്ടൂരിയിട്ടുള്ള അടിയും അടിപൊളി ഡയലോഗ് ഒക്കെ വരുന്ന ഒരു കിടുക്കാച്ചി സാധനം. പിന്നെ ദേവദൂതനാണ്. ദേവദൂതൻ കിഡിലോസ്കി സാധനം. തിയേറ്ററിലൊക്കെ ആളുകള് തിയേറ്ററിൽ മാത്രമല്ല ടെലിവിഷനിലെ ആളുകൾ കണ്ട് ആളുകൾ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണത്. അപ്പൊ ആ ഒരു സിനിമ വന്നപ്പോഴും ഭയങ്കര ഹിറ്റായി. പിന്നെ അതിനുശേഷം ചോട്ടാ മുംബൈ വന്നു. പിന്നെ അതിനുശേഷം രാവണപ്രഭു. രാവണപ്രഭു ഒക്കെ ലാലേട്ടന്റെ പുതിയൊരു പടം റിലീസ് ചെയ്തൊരു ഫീലായിരുന്നു തിയേറ്ററിലേക്ക് പോയപ്പോ എന്നുള്ളതാണ്. അപ്പൊ ലാലേട്ടന്റെ പടങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ പടങ്ങളാണെങ്കിൽ കൂടെ 2000-ത്തിന് ശേഷം വന്നിട്ടുള്ള പടങ്ങളാണ്. ടെക്നോളജിയിൽ മാറ്റം വന്നു. അതേപോലെ തന്നെ അത്യാവശ്യം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതിനു ശേഷം എടുത്തിട്ടുള്ള സിനിമകളാണ്. അതുകൊണ്ട് തന്നെ അത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോ ഈ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മമ്മൂക്കയുടെ അമരം എന്ന് പറഞ്ഞ സിനിമ 1991 ഇറങ്ങിയിട്ടുള്ള സിനിമയാണത്. ആ സിനിമ ഈ തുടക്കത്തിൽ തന്നെ അവര് പറയുന്നുണ്ട്. ഇതൊരിക്കലും ഇതിന്റെ നെഗറ്റീവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നെഗറ്റീവിനെ പ്രോസസ്സ് ചെയ്തിട്ട് അപ്സ്കെയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്സാമ്പിൾ ചെയ്ത് ഇറക്കിയിട്ടുള്ള സാധനമല്ല ഇത്. പകരം പഴയ VHS കേസെറ്റ്ന്ന് എടുത്തിട്ട് ഒരു 4Kയിലേക്ക് മാറ്റിയിട്ടുള്ള പടാണെന്ന് അവര് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്ലാരിറ്റി ഭയങ്കര കുറവായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടെ ലാലേട്ടന്റെ റീ റിലീസിന് ഇറങ്ങിയിട്ടുള്ള പടങ്ങളും മമ്മൂക്കാന്റെ റീ റിലീസിന് ഇറങ്ങിയിട്ടുള്ള പടങ്ങളും തമ്മിൽ രാവും പകലും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒന്നും അത്രയും ക്ലാരിറ്റി ഉള്ള ഫയലുകൾ ഇനി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ലാലേട്ടന്റെ പടങ്ങള് തിയേറ്ററിൽ പൂരപ്പറമ്പാവുന്ന രീതിയിലുള്ള ഓളം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പടങ്ങളാണ്. അതിന് വേറൊരു റീസണും കൂടെ ഉണ്ട്. രാവണപ്രഭു ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ചോട്ടാ മുംബൈ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ആടുതോമ നമ്മുടെ സ്പടികാണെന്നുണ്ടെങ്കിലും എല്ലാം ഇതിനകത്തൊക്കെ ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഒരു വല്ലാത്ത ഹീറോയിക് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്തൊക്കെ. അതൊന്ന് കുറച്ചും കൂടെ മാറി നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ മാത്രമാണ്. പക്ഷേ അതിനൊക്കെ ലാലേട്ടൻ്റെ ഒരു ഹീറോയിക് സാധനമാണ്. കിഡിലോസ്കി ഡയലോഗുകളൊക്കെ വരുന്ന ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗുകളൊക്കെ വന്നിട്ടുള്ള കുറേ സിനിമകളാണത്. അതിലെ ഡയലോഗുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയുമല്ലോ ഭയങ്കര നല്ല നെടുനീളമല്ല നല്ല നെടുങ്കണ്ടൻ ഡയലോഗുകളൊക്കെയാണ് ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഡയലോഗുകളൊക്കെ വരുന്ന സിനിമ കൂടിയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിനൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് അല്ലെ. പിന്നെ അതിലുള്ള ഫൈറ്റ് ആണെന്നുണ്ടെങ്കിലും പിന്നെ എസ്പെഷ്യലി ഈ സിനിമകളിലൊക്കെ ഉള്ള പാട്ടുകളാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ജെൻസി ആണെങ്കിൽ കൂടെ ഒരു ഡാൻസിന് ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഈ സിനിമകളിലൊക്കെയുള്ള ഏതെങ്കിലും ഒരു പാട്ട് അവിടെയൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ആളുകൾക്ക് ഒരു കണക്ഷൻ ഉള്ള ഒരു ടൈപ്പ് ഓഫ് സിനിമകളാണ് പുള്ളിയുടേതായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ മമ്മൂക്കേന്റെ സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിലോ
ഇറങ്ങിയേക്കുന്നതെല്ലാം ഈ ഒരു ഒരു ഇപ്പോഴത്തെ ആൾക്കാർ അവാർഡ് പടം എന്ന് പറയുന്ന എനിക്കൊക്കെ എവർഗ്രീൻ ആയിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമകളാണ്. അതിനൊന്നും ഈ പറഞ്ഞ പോലെയുള്ള അങ്ങനത്തെ ഒരു ഫാൻസ് ഇല്ല. അത് സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ ക്രിട്ടിക്കലി സമീപിക്കുന്ന ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു പടമാണ്. പക്ഷെ അമരമൊന്നും അങ്ങനെയല്ല. അമരമൊക്കെ 1991 ആളുകൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു പടമാണ് അമരം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്നത്തെ ആളുകൾക്ക് അത് തിയേറ്ററിൽ പോയി കാണണം, എക്സ്പ്ലോർ ചെയ്യണം എന്ന് അത്രയേറെ ആഗ്രഹമല്ല. പക്ഷേ മമ്മൂക്കേന്റെ ഇതുപോലത്തെ പടങ്ങളുണ്ട്. ബിഗ് ബി ഒരു എക്സാമ്പിൾ ആണ്. കാരണം അമൽ നീരദിനെ ആളുകൾ എപ്പോ കണ്ടാലും ചോദിക്കുന്ന ഒരു സാധനമാണ് ബിഗ് ബിയുടെ 2ാം ഭാഗം എവിടെ? എന്നാണ് അത് ഇറങ്ങുന്നേ? അതിന്റെ അനൗൺസ്മെന്റ് വന്നു, വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ഹോട്ട് ടോപ്പിക്കിൽ നിൽക്കുന്ന ഒരു സിനിമയാണത്. മാത്രമല്ല കാലം തെറ്റി ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ എന്ന് സിനിമാ പ്രേമികൾ എപ്പോഴും പറയുന്ന ഒരു സിനിമയാണ് ബിഗ് ബി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു സിനിമയാണ്. അത് തിയേറ്ററിൽ ചിലപ്പോൾ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ആള് കയറിയേനെ. മമ്മൂക്കാന്റെ ഒരു സ്വാഗും പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഒരു പതിഞ്ഞടഞ്ഞ രീതിയിലുള്ള ഡയലോഗും ആ ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പും എല്ലാം വരുന്ന ഒരു സിനിമ. പിന്നെയുള്ളത് രാജമാണിക്യാണ്. തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ പറ്റിയിട്ടുള്ള സിനിമയാണത്. അതായത് അടിപൊളി പാട്ടുകളുണ്ട്, ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടുള്ള. അതേപോലെ തന്നെ ഇന്നും ചർച്ചയിലുള്ള പലതരത്തിലുള്ള ഡയലോഗുകൾ ഉണ്ട്. അപ്പോൾ രാജമാണിക്യം ഇറങ്ങിയിട്ടില്ല അല്ലേ? പിന്നെ അങ്ങനെ അങ്ങനെ കുറേ സിനിമകളുണ്ട്. ആ സിനിമകളൊന്നും ഇറങ്ങാണ്ട് ഇപ്പൊ മായാവിക്കൊക്കെ ഒരു നല്ല ഒരു ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു സിനിമയാണ് മായാവി എന്ന് പറയുന്നത്. മായാവി ഇറങ്ങിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ സിനിമകൾ ഉണ്ടായിട്ട് ഒരു ഭയങ്കര കോൺട്രാസ്റ്റിലാണ് ഈ 2 ആക്ടേഴ്സിന്റെ സിനിമകൾ ഇറങ്ങിയത് എന്നുള്ളതാണ്. ഒന്ന് ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് സിനിമയുടെ ക്രിട്ടിക്കൽ ഏരിയയിൽ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു സിനിമയാണ് ഇറങ്ങിയത് എന്നുള്ളതാണ്. പക്ഷേ തിയേറ്ററിൽ ഒരു റീ റിലീസിന് പടം വരുമ്പോൾ അത് ആഘോഷിക്കാനുള്ള പടമായിട്ട് വരണ്ടേ? അന്ന് അത് വന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ട്. കാരണം മമ്മൂക്കയുടെ ഈ തരത്തിലുള്ള ആർട്ട് സിനിമകളും കൂടെ നമ്മൾ കാണേണ്ടതാണ്. അല്ലെങ്കിൽ തിയേറ്ററിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു 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 സിനിമകളാണ് ഇതെല്ലാം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. തനിയാവർത്തനം എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. ഡാനി എനിക്ക് ഭയങ്കരമായിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു സിനിമയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഭൂതക്കണ്ണാടി എനിക്ക് നന്നായി ഒന്നുകൂടെ കാണണം എന്ന് ആഗ്രഹമുള്ള സിനിമയാണ്. ഇനി എനിക്ക് കുറച്ചും കൂടെ ഒരു ഒരു ആഘോഷ കൈൻഡ് ഓഫ് സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹിറ്റ്ലർ ആണെന്നുണ്ടെങ്കിലും ക്രോണിക് ബാച്ചലർ ആണെന്നുണ്ടെങ്കിലും ഈ സിനിമകളൊക്കെ എനിക്ക് മമ്മൂക്കേൻ്റെത് കാണണം എന്ന് ആഗ്രഹമുള്ള സിനിമകളാണ്. സൂര്യമാനസം കാണണം എന്ന് ആഗ്രഹമുള്ള സിനിമയാണ്. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നില്ല ഈ കൈൻഡ് ഓഫ് സിനിമകളൊക്കെ ഇനിയിപ്പോൾ തിയേറ്ററിൽ വരുമായിരിക്കും എന്നുള്ളത്. പക്ഷേ ചിലപ്പം ക്രോണിക് ബാച്ചലർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ കയറി കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. അപ്പോൾ ഇങ്ങനെ 2 കോൺട്രാസ്റ്റിൽ പടം ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെ ആളുകൾ കാണും? അറ്റ്ലീസ്റ്റ് ഒരു 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 10 ലക്ഷമെങ്കിലും കളക്ട് ചെയ്യണ്ടേ? 1 കോടി മുതൽ മുടക്കൊക്കെ ആണ് ചില 4Kയിലേക്ക് എന്താ പറയാ അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മുടക്കുന്നത്. ഇതിന്റെയൊക്കെ തുലവും തുച്ഛം മാത്രമല്ല ഇതിനകത്ത് തിരിച്ചു കിട്ടിയേക്കുന്നത്. അപ്പോൾ എക്കണോമിക്കലി ഇത് എന്താണ് വയബിൾ എല്ലാം തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനത്തെ സിനിമകൾ വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ റീ റിലീസിന് ഇറക്കേണ്ട സിനിമകളെ നോക്കി ഇറക്കാണ്ട് കുറച്ച് ഈ പറയുന്ന രീതിയിൽ ആർട്ട് അല്ലെങ്കിൽ എന്ത് മാർക്കറ്റ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ സിനിമകൾ ഇറക്കിയത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഡൗട്ടുള്ള ഒരു സാധനമാണ്. ആൾക്കാർ അത് എങ്ങനെയായിരിക്കും, എങ്ങനെ ഇത് ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുമെന്ന് ഇവർ ചിന്തിച്ചു എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഞാൻ ആലോചിക്കും ചിലപ്പോൾ ഈ സിനിമകൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഇതിനെ തിയേറ്ററിൽ ഒന്ന് ഇറക്കാം എന്നുള്ള അവരുടെ മോഹത്തിന്റെ പുറകിൽ ചിലപ്പം ഇറക്കിയതായിരിക്കാം എന്നും എനിക്ക് തോന്നാറുണ്ട് പല സമയത്തും. പക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ലാലേട്ടന്റെ രാവണപ്രഭു ഒക്കെ ആഘോഷിച്ച പോലെ തന്നെ ഒരു പുതിയ സിനിമ റിലീസ് ആവുന്ന സമയത്ത് തിയേറ്ററിലേക്ക് ഒരു ക്രൗഡ് എങ്ങനെ പുള്ള് ചെയ്യോ അതുപോലത്തെ ഒരു ക്രൗഡ് പുള്ള് മമ്മൂക്കും കൂടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സിനിമകൾ റിലീസ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പല സിനിമ ക്രിട്ടിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം, മമ്മൂക്കേന്റെ പടം ടി വിയിൽ ഹിറ്റ് ആയതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ടി വിയിൽ ഓടിയതിനേക്കാൾ കൂടുതൽ ഓടിയിട്ടുള്ളത് ലാലേട്ടന്റെ പടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പടങ്ങളെ കുറിച്ച് മമ്മൂക്കാന്റെ പടങ്ങളെ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ലാലേട്ടന്റെ പടങ്ങൾ അറിയാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ അത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്ന ഒരു പോയിന്റും കൂടെ വെക്കാറുണ്ട്. അപ്പൊ അതും എനിക്ക് ചില സമയത്ത് ശരിയായിട്ട് തോന്നാറുണ്ട്. കാരണം ടി വിയിലും മൊബൈലിലൊക്കെ കണ്ട് നൊസ്റ്റു അടിച്ചിട്ടുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം ഇത് തിയേറ്ററിൽ കാണണം ആഗ്രഹിക്കുന്നതും
പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്നതും പോയി കാണുന്നതൊന്നും എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മമ്മൂക്കേൻ്റെ ഈ പറഞ്ഞ തരത്തിലുള്ള സിനിമകൾ തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഘോഷിക്കാൻ പറ്റുന്നുള്ള സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഉടനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കും കൂടെയാണ്.